പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതാശ്മാദേവിയുടെ തൃപ്പതാകകൾ. ഈ കവിത നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. മലയാളത്തിലെ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ രചിച്ച ഒരു ദേശഭക്തി ഗാനമാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മാത്രമല്ല, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പതിറ്റാണ്ടുകളായി കേരളീയ പൊതു സമൂഹം ഏറ്റെടുത്തിട്ടുള്ള ഒരു ദേശഭക്തി ഗാനമാണ്. നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ചൊക്കെ പാടുന്ന വരികളാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കവിത എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ LP സ്കൂൾ ക്ലാസ് ടീച്ചറായിരുന്ന ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന ടീച്ചറാണ്. അവർ RSSൻ്റെയോ BJPയുടെയോ അനുഭവിയായിരുന്നില്ല കേട്ടോ. കോൺഗ്രസ് പാരമ്പര്യ കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് കോൺഗ്രസിൻ്റെ ജനപ്രതിയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗാനം, ഈ കവിത പാടാൻ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സ്വാതന്ത്ര്യം ലഭിച്ച് പതിറ്റാണ്ടുകൾക്കിപ്പുറവുമുള്ള സമൂഹത്തിലെ പൗരന്മാർക്കും ഒന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇത് സൂചിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് 80ാം സ്വാതന്ത്ര്യദിന ആഘോഷവും അതേപോലെ തന്നെ വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികാഘോഷവും നടക്കുന്ന വേളയാണ്. ആ വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം നടക്കുന്ന സമയത്ത് വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് നിയമമാക്കുകയും അത് പൂർണ്ണമായിട്ട് ചൊല്ലണമെന്നുള്ള നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ദേ മാതരം ചൊല്ലേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് കാരണമായിട്ട് പറയുന്നത്, ചില കക്ഷികൾ ആ വന്ദേ മാതരത്തിൽ ഭാരതത്തെ ലക്ഷ്മി ദേവിയായിട്ടും വാണി വിദ്യാദായിനിയുമായിട്ടൊന്നും വിവരിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമല്ല എന്നുള്ള ഒരു കാരണമാണ് അതിന് ഉപോത്ബലകമായിട്ട് ഇവരെ നിരത്തുന്നത്. അപ്പോൾ അത് അർത്ഥശൂന്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിലെ എല്ലാവരാലും അംഗീകരിച്ചിട്ടുള്ള, നമ്മൾ പൊതുവേദികളിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ പോരാ പോരാ നാളിൽ നാളിൽ എന്ന ദേശഭക്തി ഗാനം ഇപ്പോൾ ഞാൻ എടുത്തുദ്ധരിക്കാൻ കാരണം ഈ കവിതയിൽ മഹാകവി വള്ളത്തോൾ പറയുന്നത് ഭാരതാക്ഷ്മദേവിയുടെ തൃപ്പതാക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഭാരതമാകുന്ന ഭൂമി ദേവിയുടെ തൃപ്പതാക എന്നാണ് നമ്മുടെ ദേശീയ പതാക. അന്നത്തെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ അശോക സ്തംഭമായിരുന്നില്ല, അന്ന് ചർക്ക ആലേഖനം ചെയ്തിട്ടുള്ള ആ പതാകയെക്കുറിച്ചാണ് അന്ന് പറയുന്നത്. അന്ന് അതായിരുന്നുള്ള പതാക. ആ പതാക ഭാരതമാകുന്ന ലക്ഷ്മി ദേവിയുടെ തൃപ്പതാകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഈ ഗാനം പാടാൻ കേരളീയർക്ക് യാതൊരു മടിയുമില്ല. അത് സ്വാതന്ത്ര്യ സമര സേനാനികളാലും അതിനുശേഷം പതിറ്റാണ്ടുകൾ ഇപ്പുറത്തുള്ള ആളുകളായാലും നമുക്കിതുവരെ അതിനൊരു യാതൊരുവിധ മടിയും വന്നിട്ടില്ല. പക്ഷേ ഇനി അത് സർക്കാർ പരിപാടികളിൽ പൊതുവേദികളിൽ പാടുമ്പോൾ ഈ ഭാരതാശ്മദേവി എന്നുള്ള ആ വരി വെട്ടിപ്പോകുമോ എന്നുള്ള ആശങ്കയാണ് ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. മഹാകവി വള്ളത്തോൾ ജനിച്ചത് തന്നെ മലപ്പുറത്താണെന്നാണ് പറയുന്നത്. ഇപ്പോഴെങ്ങാനാണ് മഹാകവി വള്ളത്തോൾ ജനിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാനൊന്ന് ചിന്തിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ സൂചിപ്പിച്ചത്, വന്ദേ മാതരത്തിലും ഇതിന് സമാനമായിട്ടുള്ള വാക്കുകളേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, സർവായുധധാരണിയായിട്ടുള്ള അല്ലെങ്കിൽ സൈനിക ശേഷിയിൽ മുൻപന്തിയിലെത്തേണ്ട ഒരു രാജ്യത്തെ സങ്കല്പിച്ചിട്ടാണ് ദുർഗ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സമ്പൽ സമൃദ്ധിയിൽ ഒന്നാമതെത്തുക, സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യത്തെ സ്വപ്നം കാണുമ്പോഴാണ് ലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത്. വാണി വിദ്യാദായിനി എന്ന് പറഞ്ഞാൽ വിദ്യയുടെ കാര്യത്തിൽ, ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലെത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ, നല്ല പദപ്രയോഗങ്ങൾ നടത്തുന്ന നല്ല ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളെ നാവിൽ സരസ്വതി വിളിയാടുന്ന ആൾ എന്നാണ് നമ്മൾ പാരമ്പര്യമായിട്ട് വിളിച്ചു പോന്നിട്ടുള്ള ഒരു ശീലം അതാണ്. അതേപോലെ തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചത് ദുർഗ എന്നാണ് നമുക്കറിയാം. അപ്പോൾ ഈ പദപ്രയോഗത്തിൻ്റെയൊക്കെ സന്ദർഭവും അർത്ഥവും ഒന്നും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് ഇതിലൊന്നും ഒരു കുഴപ്പവും നമ്മളാരും കാണുന്നില്ല. പക്ഷേ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ചില ആളുകളുടെ വിവരണങ്ങൾ, പുതിയ നറേറ്റീവ് കേട്ടിട്ട് നമ്മൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഒക്കെ തള്ളിപ്പറയുന്ന ഒരു തെറ്റായ കീഴ്വഴക്കത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. ഇത് തികച്ചും രസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യത്തോടൊപ്പം പൗരന്മാരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച്, അതായത് ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച്, നമ്മുടെ ഭരണഘടനയെ ആദരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, ഈ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അംഗീകരിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് സമൂഹത്തിൽ അവബോധമുണ്ടാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം എന്ന് പറയുന്നത്. വന്ദേ മാതര ഗീതം നിയമമാക്കി ഈ രാജ്യത്തെ പൗരന്മാർ പൂർണ്ണമായിട്ടും ചൊല്ലണമെന്ന നിയമം പ്രാബല്യത്തിലിരിക്കുകയാണ്
സംസ്ഥാന ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഇത്തരമൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച്, നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ച്, ഇത്തരം പദപ്രയോഗങ്ങളുടെ യഥാർത്ഥ അർത്ഥത്തെ സംബന്ധിച്ച് നമുക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട, സമൂഹത്തിൽ അവബോധമുണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി, ഒരു പ്രതിജ്ഞ കൂടി ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്.